ഹരിയർ ഫോട്ടോ എടുത്തു. ഹരിയർ ഫോട്ടിന് ഇപ്പൊ കാണാനുണ്ട്. എടാ വീഴല്ലേ, ശ്രദ്ധിക്കണേ. വടി 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 വെച്ചിട്ട് പോ. മനുഷ്യവാസമുള്ള ഒരു സ്ഥലം അതന്നെ. മാറ്റം ചെയ്തൊക്കെ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ത്രയംബകിലാണുള്ളത്. ത്രയംബകിൽ നമ്മൾ റൂമിൽ നിന്ന് രാവിലെ ആയി കേട്ടോ. രാവിലെ കുറച്ച് ലേറ്റായി പോയി. രാവിലെ പോകണമെന്ന് വിചാരിച്ചാണ്. നമ്മൾ ടീമെല്ലാം റെഡി ആയിട്ടുണ്ട്. നമ്മൾ നാട്ടിൽ നമ്മുടെ ഇമ്രാനും വന്നിട്ടുണ്ട്. ലാസ്റ്റ് അങ്ങനതാ നാട്ടിൽ നിന്ന് ഇമ്രാനും കൂടിയുണ്ട്. ഇനി നമ്മളിവിടുന്ന് അരിയർ ഫോർട്ടിലേക്ക് പോകേണ്ട പരിപാടിയാണ്. ഇവിടുന്ന് 1-2 റൂട്ടുണ്ട്. അപ്പോൾ ഏകദേശം നോക്കിയിട്ട് അതുവഴി നമ്മളിപ്പോൾ പോകും. അരിയർ ഫോർട്ടിലേക്ക് വിടും. അതിനുശേഷം നമുക്കെന്ത് ചെയ്യാം, ഇന്ന് അരിയർ ഫോർട്ടിൽ ട്രക്ക് ചെയ്യുന്ന അടിപൊളി കാഴ്ചകളായിരിക്കും ഇന്നത്തെ വീഡിയോ കണ്ടത്. ആരാണ് നീ എഴുതി പോകുന്നത്? പടത്തിന് ഷൂട്ട് ചെയ്യാൻ പോല അൽവൽ പൊഹ ഓമ്പൊടിയും അവിലും പൊഹ. ഇത് തൈവടാണ് ഭായി. തൈവട ഇത് തൈവട. हाँ ये मालूम है दाल वड़ा है ये केरला से बहुत है हमारा आना ये क्या मिसल पाव എന്തെല്ലോ സാധനത്തിന് പേരെല്ലാം പറയുമല്ലോ. അങ്ങനെ നമ്മൾ ടാക്സി അറേഞ്ച് ചെയ്തിട്ട് ഇവിടുന്ന് നമ്മളിപ്പോൾ പോകുന്നത് മറ്റേ ഇവിടത്തേക്കല്ലേ, നെറുകുടപാട വഴി പോയിട്ട് അക്ഷയവാടി വഴി തിരിച്ചു വരുന്ന പ്ലാനാണ്. അപ്പോൾ 2 റൂട്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പോകുന്ന വണ്ടി കണ്ടിട്ട് ബേജാറാവുന്നുണ്ട് ചെറിയ തോതിൽ. തുറക്കാനും കൂടെല്ലാം കഴിയുന്നില്ലേ? ഇത് അടിയിൽ ഫ്ലോട്ടായിട്ടൊന്നും കാണുന്നില്ല. അങ്ങ് എത്തിയാലെത്തി ഇൻഷാ അല്ലാ. ആഹോ വയ്യ ഡോറെല്ലാം ഊരി പോകുന്നുണ്ടെങ്കിൽ പറയണേ. മറ്റേ ഇതുപോലെ ഉണ്ടായി മിക്കവാറ് ചെടി ബാക്കിൽ 3 അവർ ഒന്നിച്ചില്ല. അല്ല ചിലപ്പോ പകുതി ചിന്താമണി കംപ്ലീറ്റ് മലനിരകളാട്ടോ. ഇടക്കിടക്ക് ഹമ്പിനെല്ലാം അടിച്ചങ്ങ് കയറുന്നുണ്ട്. നല്ല രസമുണ്ട്. അല്ല വ്യൂ പൊളിയാണ്. പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത വഴിയാണ്. നല്ല വാലീസാണ് കംപ്ലീറ്റ്. ഇടക്കിടക്ക് ചെറിയ ചെറിയ റിവറും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. നല്ല ഗ്രീനറിയാണ്. മഴയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല റോഡെല്ലാം മാറിയിട്ട് ചെറിയ ഓഫ് റോഡ് പോലത്തെ സംഭവമായി കേട്ടോ. മിക്കവാറും നമ്മളിപ്പോൾ പല ടാറിൽ പോയി കളിക്കുന്ന തോന്നുന്നു. 18 കൊല്ലമായി വരും കേട്ടോ ഈ വണ്ടി ഓപ്പർ ചെയ്യുമ്പോൾ. എന്തായാലും പെടൂല തന്നെ, മാറ്റുകയും ചെയ്താൽ പെടുകയും ചെയ്യില്ല. അത്രയ്ക്ക് ഇഷ്ടമാണ്. इधर से ट्रैकिंग पॉइंट है ना ധന്യ ഇതിലോട്ട് പോകണമെന്നാണ് പറയുന്നത് കേട്ടോ. അവർ പറയുന്നത് ഇതിലോട്ടൊക്കെ കൂടിയിട്ട് അങ്ങനെ നടന്ന് പോകണമെന്നാണ് പറയുന്നത്. ഈ ഭാഗത്തേക്ക് കൂടുതൽ ആൾക്കാരൊന്നും ഇല്ല. കാരണം ടാക്സിക്കാരൊന്നും ഇങ്ങോട്ടേക്ക് വരാനും താല്പര്യപ്പെടുന്നില്ല. പിന്നെ നമ്മൾ ഇവിടത്തേക്ക് പോകുന്നുള്ളൊരു കണ്ടീഷനിൽ പറഞ്ഞുകൊണ്ടാണ് ഇവരെന്താക്കിയത് ഇങ്ങോട്ടേക്ക് വന്നത് കേട്ടോ.
ഇവിടെ അങ്ങനെ കൂടുതൽ ആൾക്കാരൊന്നുമില്ല. നൈസാണ്. ഈ കാണുന്ന ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കയറി പോകേണ്ടത്. കണ്ട ഇതിലോട്ട് പോകണമെന്നാണ് ഇവർ പറഞ്ഞത്. കയറൂലേ ഇത് തന്നെയല്ല റൂട്ട്. ഇതാന്ന് ഫുഡുള്ള കേട്ടാ. ഫുഡ് എന്ന് പറയാൻ വേറൊന്നുമില്ല. വരുന്നത് കുറച്ച് ബിസ്ക്കറ്റ് സാധനമെല്ലാം വാങ്ങിയിട്ടുണ്ട്. കുറങ്ങനെ കൊടുക്കാൻ നല്ല രസം ഉണ്ടാവും. അപ്പൊ എല്ലാവരും കയറാൻ റെഡിയല്ലേ? എല്ലാരും കയറൂലേ? എടാ കുറച്ച് കുത്താനും ഇതാക്കാൻ കുറങ്ങലുണ്ടാവും. അതിനുള്ള കമ്പെന്തെങ്കിലും കൈ പിടിച്ചേ എല്ലാവരും. സംഭവം കംപ്ലീറ്റ് എവിടെ പോകേണ്ടതെന്ന് തിരിയൊന്നുമില്ല. ഏകദേശം ഈ മലൻ്റെ ഈ ഒരു ഭാഗത്തേക്ക്, അതായത് ഈ കാണുന്ന ഭാഗത്തേക്ക് നേരെ പോയി എത്തുമെന്നാണ് നമ്മുടെ ഗൂഗിൾ മാമൻ പറയുന്നത്. അപ്പോൾ അത് പ്രകാരം നമുക്കൊന്ന് നടന്നു പോകാം. ഇപ്പം അങ്ങനെ മഴയില്ല കേട്ടോ. ഒന്നും പറയാനില്ല. ഞാൻ കുടുങ്ങി മാമ, ഞാൻ കുടുങ്ങി. സഞ്ജ തുള്ളിക്കോ. ഇങ്ങനെ വാട്ടർ ക്രോസിംഗ് എല്ലാം കാണുന്നുണ്ട്, വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണുന്നുണ്ട്. റൂട്ടൊന്നും കറക്റ്റ് മനസ്സിലായില്ല, പോയിക്കൊണ്ടുണ്ട്. അടിയുടെ എന്ത് ഋഷിയാ പോലെ ചെയ്യല് ഹിന്ദി അറിയില്ല, മറാഠി. അപ്പൊ നിനക്ക് മറാഠി അറിയില്ലല്ലോ? ചോദിച്ചിട്ട് മനസ്സിലാക്കി വഴി എങ്ങോട്ടാന്ന് വർത്തി എന്ന് പറഞ്ഞാൽ മേളിലോട്ട്. പിന്നെ ഉറപ്പല്ലേ മലിന മുകളിലോട്ടല്ലേ വേണ്ടേ? ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഏ മലേന. ആ ഓക്കെ. ഇതമ്മില്ല രണ്ടുപേരും എന്നിട്ട് ഭയങ്കര ഹിന്ദി മറാഠിയും പറഞ്ഞിട്ട് നമ്മളെ പൊട്ടറാക്കാം. കുത്തിനുള്ള കയറ്റാണ്. എവിടെ പോയാലും മലയാളികളാണ്. മലയാളികളില്ലാത്ത നാട്ടില്ലാന്ന് പറഞ്ഞാല് മലയുടെ മുകളിൽ പോയ സമയത്ത് ആദ്യം കണ്ടത് മലയാളീനാ. എവിടെയെങ്കിലും സ്ഥലം എവിടെയാ? തിരുവനന്തപുരം. നിങ്ങൾ കൊല്ലം. നേരത്തെ രാവിലെ 6:30 കയറി. അവൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് ലൈക്കേഴ്സും. ഹരിയർ ഫോർട്ടിലേക്കെന്നും പറഞ്ഞിട്ട് യാത്ര കഴിച്ച് നമ്മൾ എത്തിപ്പെടാൻ പോകുന്നത് വേറെ ഏതോ സ്ഥലത്താണ്. എന്നാണ് ഇമ്രാൻ്റെ സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞത്? സ്ഥലത്തിന്റെ പേര് ഏട്ടായി. സ്ഥലത്തിന് വേറെ ഒന്നുമില്ല. മലയാളി കണ്ടു. മലയാളി പറഞ്ഞാൽ ഞങ്ങളുടെ ഏട്ടായി വായോന്ന് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞപ്പോൾ അങ്ങനെ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടുന്ന് അത് കണ്ടതിന് ശേഷം നമ്മൾ ഹരിയർ ഫോർട്ടിലേക്ക് പോകണം. ഇതാരും കാണാത്തൊരു സ്ഥലമാണ്. മഹാരാഷ്ട്ര അധികം എക്സ്പ്ലോർ ഒന്നും ചെയ്യാത്ത ഒരു അടിപൊളി സ്ഥലമാണെന്നാണ് പറഞ്ഞത്. ഒരു നോക്കാം. മുട്ടക്കുന്ന് നടക്കറ. വടിവാണ് എന്തായാലും. ഇവിടെ കുരങ്ങന്മാരില്ലെന്ന് പറയാം. ശിവ ഒത്തരം കുരങ്ങന്മാരുണ്ടോ? ഇല്ല. മുഷ്കിലേ. എങ്ങോട്ടാ പോകുന്ന നമ്മള്? നമ്മൾ കയറാൻ തുടങ്ങിയ ഹില്ലിന്റെ ഏറ്റവും ടോപ്പായി കാണുന്നു. അവിടെ കുറെ വെള്ളച്ചാട്ടം കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. താഴേക്ക് നോക്കിയാൽ ഇതെന്നല്ല മുഷ്കിൽ കണ്ടാണ്ട് ഇറങ്ങാൻ നമ്മൾ എന്ത് ചെയ്യും? ഓ ശിവ നമ്മളെത്തിയോ? ഈ സ്ഥലത്ത് നമ്മൾ ഇന്നൊരു പേരിടും എന്തെങ്കിലും. ഇമ്രാൻ മുക്കുന്ന, ജുനൈദ് മുക്കുന്ന, താടി മുക്കുന്ന. മിക്കവാറും രണ്ടിലൊന്ന് തീരുമാനം. നിന്റെ പേര് നമ്മൾ ആഡ് ചെയ്യുന്നു ഗൂഗിൾ മാപ്പിൽ. ദിവം മുഷ്കിൽ എന്ന് പറയുന്നത്. റാവ് വെള്ളച്ചാട്ടം ഡേഞ്ചർ ആയി കയറേ. ഇറങ്ങുമ്പോ വേറെ ആയിക്കോട്ടെ ഇറങ്ങാം. മിക്കവാറും തമ്പ്ലൈനുള്ളൊരു വീഡിയോ ഇപ്പൊ കിട്ടും. മുള്ളുണ്ട്. വൈദ്യുതി കുറച്ച് ബിസ്ക്കറ്റ് നമുക്ക് എല്ലാം കയറാൻ പറ്റും. ഇതെല്ലാം കയറിയില്ല പിന്നെ എന്തിനാണ് സ്ഥലത്തിന് വ്യൂ നോക്കിയോടാ. ആടാ
യെസ് എന്നാണ് ഇങ്ങനെ കഴിഞ്ഞ ദിവസം എന്താ ലൈനങ്ങനെ തേച്ചു അകലം പറഞ്ഞിട്ട് വേണം പുരക്കുന്ന ഉപ്പെല്ലാം വന്നിട്ട് സീനാകാൻ. So let's go guys. Here is a suicide point. So ഞാനും ഷബീർ ഒരു വെറ്റ് വെക്കാൻ നോക്കാം. രണ്ടിലൊരാൾ നാട്ടിൽ മതി. അല്ലടാ അവരെ പാറയിൽ എഴുതിയത് അവിടെ ഇല്ലേ? ഉസ്താദ് വിളിക്കും. ഉസ്താദ് കൊടുത്തു. ഉസ്താദ് കൊടുത്തു. ഉസ്താദ് ഉസ്താദ് മൂന്നോട്ട് ചെവി പറയണേ. മൂന്നോട്ട് ചെവി പറയണം. കൊണസം മുക്ക് ചെവിയില് നീ ചെവിയില് പറയണം. റബാപ്പാറയുടെ മനോഹരമായ പന്തലിട്ട് ഓടിക്ക് പന്തലിട്ട് വ്യൂ നോക്കിയാ ഇനി നമ്മൾ എയർപോർട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് റൂട്ട് മനസ്സിലാവുന്നില്ല. താഴേക്ക് എങ്ങനെയെങ്കിലും ഇറങ്ങണം. പേരിട്ട് ഇറങ്ങുന്നതെന്ന് സത്യം പറഞ്ഞാൽ നമുക്ക് മനസ്സിലായില്ല. സംഭവം വണ്ടി പോകുന്നുണ്ട്. വെള്ളച്ചാട്ടത്തിനുള്ള സൗണ്ടെല്ലാം കേൾക്കുന്നുണ്ട്. പേരിട്ടിൽ ഇങ്ങനെ ഇറങ്ങുന്നുണ്ട്. തടിയെല്ലാം ഇങ്ങനെ കൂടുമ്പോൾ ഇതാവുന്ന പ്രശ്നമല്ല, ശ്രദ്ധിക്കണം. അടിച്ച് കയറ്റലല്ല, വെള്ളമെല്ലാം കുടിച്ചേ വേണ്ട നാള്. നമ്മൾ നേരത്തെ ആ സൈഡിൽ നിന്നാണ് വന്നേ. നമ്മൾ ആടുന്ന നേരത്തെ വീഡിയോസും കാര്യങ്ങളിലും എടുത്ത് നമ്മൾ നടന്ന് ഇങ്ങനെ എത്തി. നമ്മളിപ്പോ നിലവിൽ ഇപ്പൊ എവിടെയുള്ളത്? താഴേക്ക് പോയ കാട വരുന്നേ. ഹരിയർ ഫോട്ടോ എടുത്തു. ഹരിയർ ഫോട്ടോ ഇപ്പൊ കാണാനായിട്ടുണ്ട്. ചായ പിടിയുണ്ടോ? ബാക്കി എനിക്ക് ചായ പിടിച്ചിട്ട് അങ്ങനെ ലാസ്റ്റ് റോഡെങ്ങാനും കാണുന്നില്ല. നമുക്ക് തൽക്കാലം ഒരു കാര്യം ചെയ്യാം, റോഡ് ടാർഗറ്റ് ചെയ്ത് നടക്കും. അത് നല്ല തിക്ക് ഫോറസ്റ്റ് ആണ്. ഞാൻ പറയുന്നേ ആ സൈഡിലേക്ക് റോഡ് വന്നിട്ടാ നമുക്ക് ഈ ഒരു ട്രാക്ക് പിടിച്ചു കഴിഞ്ഞാലില്ലേ റോഡിലേക്ക് എത്തും. സംഭവം മക്കളെ അങ്ങ് ലാസ്റ്റ് ചെറിയൊരു പോയിന്റിൽ അരിയർ ഫോർട്ടിന്റെ ഒരു ഭാഗം നമ്മളിപ്പോൾ കണ്ടെടുക്കാം. അത്രയും വരെ ഫോഗായോണ്ട് നമുക്ക് കിട്ടാണ്ടില്ല. അവിടെ ഉണ്ട് അരിയർ ഫോർട്ടിന്റെ ഒരു ലുക്ക് കാണുന്നത്. അപ്പൊ ഈ സംഭവത്തിൽ ഈ ഒരു മലയെല്ലാം കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് പോകാൻ അടിയാണേ, ശ്രദ്ധിക്കണേ. ഞാൻ കണ്ടു ചെറിയൊരു വാട്ടർഫോൾ. ഇതാ പിള്ളേര് സെറ്റാക്കണോ? ഒരു വരവുണ്ട് ഇങ്ങോട്ടേക്ക്. അതെങ്ങനെയാന്ന് വെച്ചാല് ടെന്റെല്ലാം എടുക്കും, ഫുഡാക്കേണ്ട സെറ്റപ്പെല്ലാം എടുത്തിട്ട് ഒരു ദിക്കും ദിശയും അറിയാണ്ട് വല്ല മേലേക്ക് കയറുക, 1-2 ദിവസം സ്റ്റേ ചെയ്യുക, എന്നിട്ട് തിരിച്ചറിയാം. എന്താ പറയുന്നത്? ഞാൻ ഓണല്ല മോനെ. ഫൈനലി എയർപോർട്ടിന്റെ ചെറിയൊരു ഭാഗം ഇവിടുന്ന് കാണുന്നുണ്ട്. അങ്ങോട്ടേക്ക് ഇതാ ഈ വഴിയൊക്കെ പോകണമെന്നാണ് ഷെബീർ പറയുന്നത്. ഷെബീറേ പറ, നീ ബാക്കി നീ പറ. ഉറക്കൂലേ? എത്തൂലേ? നൈസായിട്ട് അഫ്സലിനെ ഒഴിവാക്കിയിട്ട് വന്ന ഷെബീറിന് ഈടുന്നൊരു അഫ്സലിനെ കിട്ടി. അഫ്സലിന്റെ ഇന്നെ വിട്ടു പോവില്ല. അഫ്സലുമായിട്ട് മറ്റേ ഇത് തള്ള വിരൽ ഇത് തള്ളാത്ത വിരൽ കൊച്ചു ഇവൻ പറഞ്ഞ ഇത് നമ്മളെ അഫ്സലിനെ കണ്ടോളി. വാ നമ്മൾ പോകുന്ന സമയത്ത് ഇനി വാട്ടർ ക്രോസിങ്ങും കാര്യങ്ങളും എടുക്കാൻ കേട്ടോ. മഴയായതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. പൊത്തിപ്പിടിച്ചിട്ടല്ല എടുക്കുന്നതാണ്. ടാസ്ക് നാട് നല്ലൊരു വാട്ടർ ക്രോസിംഗ് ഉണ്ട്, അങ്ങോട്ടേക്ക് പോകണേ. മഴ നിങ്ങൾക്ക് കാണുന്നുണ്ടോ വാക്കുന്നുണ്ടോ എന്നൊന്നും അറിയില്ല. എടാ ശ്രദ്ധിക്കണേ.
ഈ മലൻ്റെ എല്ലാം മേലോട്ട് വരുന്ന വെള്ളം തേച്ച് ഇവിടത്തേക്ക് എത്തുന്നത് കേട്ടോ. അങ്ങനെ വരുന്ന സംഭവം. എടാ വീഴല്ല, ശ്രദ്ധിക്കണേ. വടി 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 കുത്തിയിട്ട് പോ, വടി കുത്തിയിട്ട് പോ. ശ്രദ്ധിക്കണം, വഴുക്കുണ്ടാവേ. ഇങ്ങനെ മേലെ നിന്ന് ഇറങ്ങി വന്നു കേട്ടോ. അത് മേലേക്ക് എടുക്കാൻ കഴിയില്ല, എന്നിട്ട് കംപ്ലീറ്റ് വെള്ളം കിട്ടും. ഇടയ്ക്ക് നല്ല മഴ പെയ്യുന്ന കാലത്ത് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. ഇതെല്ലാം കാണുന്ന കാഴ്ചയുണ്ടല്ലോ, എൻ്റെ പൊന്ന് രക്ഷയില്ല. നമ്മൾ അപ്പുറത്തെ ആ മലൻ്റെ മേലെ നിന്നാണ് ഇങ്ങോട്ട് കടന്നു വരുന്നു. ഹെവി മഹാരാഷ്ട്ര പൊളി. ആ വെള്ളച്ചാട്ടത്തിൽ നോക്കിയോടെ നല്ല മഴ പെയ്യുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല. ആ സമയത്ത് എന്ന് പറഞ്ഞാണ്ടല്ലോ അമ്മാതിരി ടാസ്ക്കുമാണ്, റിസ്ക്കുമാണ്. പക്ഷെ നന്നായിട്ട് എൻജോയ് ചെയ്ത് നമ്മൾ മുമ്പോട്ട് പോകുന്നു. ഇങ്ങനെ എത്രാമത്തെ റിവർ ക്രോസിംഗാണ്? മനുഷ്യവാസമുള്ള ഒരു സ്ഥലം. നോക്കി ശ്രദ്ധിച്ചേർന്നേ. അങ്ങനെ നമ്മൾ നടന്ന് ഇപ്പോൾ ഇവിടുത്തെ ഒരു വില്ലേജാന്ന് തോന്നുന്നു കേട്ടോ. അവിടെ എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് ഇങ്ങനെ ചോദിച്ചു നോക്കാം. അങ്ങനെ ലാസ്റ്റ് എൻഡിൽ നമ്മൾ അരിയർ ഫോർട്ട് ഞാൻ തോന്നുന്നു. മലകളൊക്കെ കാണുന്നുണ്ട്, മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്. ഈ ഒരു വില്ലേജ് ഇവിടെ ലോക്കൽ ആൾക്കാർ താമസിക്കുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇപ്പോൾ അടുത്തായിട്ട് കുറച്ച് നേരത്തെ ചാട്ടിടയന്മാരെയും അങ്ങനെ കുറച്ച് ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അവരോടെല്ലാം ഇങ്ങനെ എങ്ങനെയുണ്ട് മറാഠി അവർ സംസാരിക്കുന്നുള്ളൂ. ആ സമയത്ത് നല്ല മഴയായതുകൊണ്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ജസ്റ്റ് ചോദിച്ച് ഇങ്ങനെ വന്നാ നമ്മളിവിടെ വില്ലേജിലെത്തി കേട്ടോ. हाँ काका, कैसा है? तुम्हारा नाम क्या है? रशिया. इधर आओ. नाम पर्शियन. ये आपका लैंग्वेज कौन है? मराठी है ना? हिंदी मालूम नहीं है. उन्हें छोटे हैं डाटा. इधर तो मूवी है भाई. फोर्ट किधर है? एयर फोर्ट. ओ अरे ओके भाई. നല്ല ചിരി. പക്ക ലോക്കൽ വില്ലേജാണ് വീട്ടിലുള്ള കേട്ടോ. വൈകിട്ട് ലാസ്റ്റ് എല്ലാം കൂടി ഇവിടെ എത്തിയത്. ഓടണ്ട ഇല്ലടാ. എനിക്ക് രണ്ടുപേരും മറാഠി അറിയൂ. ഇത് മറ്റേ ഇയാപ്പൊക്കെ പിടിച്ചോണ്ട് പോകുന്ന ഒരു വേറെ തന്നെ എക്സ്പീരിയൻസ് നോക്കണം. ഇല്ല ഓക്കെ വില്ലേജ് ആയിക്കോ. പിടിച്ചോക്കാണ്ടെന്ന് ഞാനൊന്നും പറയാൻ കഴിയില്ല. എന്നാ പറയേണ്ടതെന്ന് അറിയില്ല. എൻ്റെ അടുത്ത് വീടെല്ലാം ഒന്ന് കാണണമെന്നുണ്ടോ ഇതിനടാ. പക്ഷെ എങ്ങനെ ചോദിക്കുക ഇവരോട്? സ്കൂളാ സ്കൂൾ ഗറാനാ ഗർ ആ ഓക്കെ. ഒന്നും അവർക്ക് ഹിന്ദിയും അറിയില്ല, നമുക്ക് മറാഠിയും അറിയില്ല. നമുക്ക് ഹിന്ദി അറിയില്ല, വേറെ വിഷയം. അപ്പോൾ ചങ്ങായിമാരെ നമ്മൾ ഒരു വലിയൊരു കോമഡി സംഭവിച്ചു. നടന്ന് നമ്മളിപ്പോൾ എത്തി. എവിടാന്നറിയാം? ഹർഷവാടി എൻട്രി അല്ലേ? ഹർഷവാടി സൈഡിൽ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത്. നമ്മൾ കയറാൻ ഉദ്ദേശിച്ച സ്ഥലത്തേനു നെർഗുഡ പാതയിലൂടെ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ അരിയർ ഫോർട്ടിലേക്ക് കയറാൻ വേണ്ടി പ്ലാൻ ചെയ്ത് നമ്മൾ നെർഗുഡ പാതേൻ്റെ സൈഡിൽ ഇറങ്ങിയിട്ട് കുറേ മലകൾ താണ്ടി ഹർഷവാടീൻ്റെ എൻട്രിയിലേക്ക് എത്തും. ഇതാന്ന് സിംപ്ലി പറഞ്ഞാൽ സംഭവിച്ചിട്ടുള്ളത്. എന്തായാലും കുഴപ്പമില്ല, നമുക്ക് അടിപൊളി എക്സ്പീരിയൻസ് കിട്ടി. കാരണം നമ്മൾ ഉദ്ദേശിച്ചത് നെർഗുഡ പാതയിൽ കയറിയിട്ട് ഹർഷവാടി വഴി ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ അതിൽ കിട്ടുന്നതിനേക്കാൾ എത്രയോ മികച്ച എക്സ്പീരിയൻസ് എനിക്ക് തോന്നുന്നു. എനിക്ക് അങ്ങനെ തോന്നുന്നു കേട്ടിടത്തോളം, അതുപോലെ തന്നെ വീഡിയോസ് എല്ലാം കണ്ടെടുത്തോളം അത്രയും നല്ല എക്സ്പീരിയൻസ് നമുക്ക് കിട്ടി. അത്രയും നമ്മൾ ട്രെക്ക് ചെയ്ത് ഒരുപാട് വില്ലേജ് കാര്യങ്ങളൊക്കെ കണ്ട്, ഒരുപാട് ഉൾപ്രദേശങ്ങൾ കണ്ട്, എല്ലാം കൊണ്ടും ടോപ്പ്. എന്നാ എൻ്റെ അഭിപ്രായം? ഇതുകൊണ്ട് തന്നെ അങ്ങ് മേലെ കയറാൻ കഴിയില്ല. ഇനി മേലെ വെച്ചാൽ കംപ്ലീറ്റ് കുരങ്ങന്മാരും ടീമും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല അറ്റാക്കിങ് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും വീഡിയോ കൂടുതൽ ലെങ്തി ആക്കുന്നില്ല. ഈ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നമുക്ക് അരിയർ ഫോർട്ടിലേക്ക് കയറുന്ന ആ ഒരു അമേസിംഗ് ആയിട്ടുള്ള വീഡിയോ നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഇൻഷാല്ലാ കാണിച്ചു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഒക്കെ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെയും ബൈ, സ്റ്റേ ട്യൂൺഡ്.